ആക്ട്രസ്സായിട്ട് റാണിയ. ഇതിൽ എനിക്ക് ഈ ഷോർട്ട് മൂവിയുടെ പ്രത്യേകത വേറെ ഒരു കാര്യം പറയാനുള്ളത്, ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് ആക്ട് ചെയ്യാനും ഭയങ്കര കംഫർട്ടും പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവരും. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിന് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ധൈര്യമായിട്ട് പോയി അതുപോലെ ഓരോ ഭാഗവും അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഓവറായിട്ടൊക്കെ ചിലപ്പോൾ വരും നമ്മളെല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലിമിറ്റ് ചെയ്ത് അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് കൊണ്ട് പെർഫെക്റ്റായിട്ട് എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിനോട് നന്ദി എനിക്ക് ദിനാഥനോട് പറയാനുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് വന്നത് ഇവർ കാരണമാണ്. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് കുറച്ച് ഇത് ബഡ്ജറ്റൊക്കെ ചെയ്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ അല്ല, നമുക്കത് സതീശനോടായിട്ട് പ്രൊഡ്യൂസറോടാണ് പറയേണ്ടത് ഏറ്റവും കൂടുതൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആൾ ഈ പ്രൊഡ്യൂസർ ഈ ഫീൽഡിലെ ആളല്ലേ, ബിസിനസ്മാനാണ്. അപ്പോൾ പുള്ളിയെ കൺവിൻസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് നമ്മുടെ വർക്ക് ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ സെറ്റിൽ വർക്ക് ചെയ്യണം, നമ്മൾ ഷൂട്ടും കാര്യങ്ങളും എല്ലാം പുള്ളിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ പുള്ളി ഇൻവോൾവ് ആയി. അതുകൊണ്ട് ഇത്ര നല്ല ഔട്ട് നമുക്ക് കൊടുക്കാം. അല്ല, തിയേറ്റർ പ്രതീക്ഷയല്ല ചെയ്തത്, പക്ഷേ തിയേറ്റർ ഔട്ട് നല്ല രീതിയിൽ അത് പെർഫെക്ഷൻ ആയിട്ട് വന്നു ചെയ്യാൻ പറ്റി നമുക്ക്. നമ്മളത് ഷോർട്ട് ഫിലിം ഒരു മോളൊക്കെ എന്നോട് പറഞ്ഞത് മോളെ ഇന്ന് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ മോളെ വെച്ച് സാധനം എഴുതിയപ്പോൾ ചേട്ടൻ പറഞ്ഞിങ്ങനെ ഒരു ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ രസമായിരിക്കും, മോളെ കുറച്ച് പേരിലേക്ക് എത്തുമല്ലോ. അപ്പം അങ്ങനെയാണ് കുട്ടിയേക്കിൽ അഖിലേട്ടൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അഖിലേട്ടൻ എൻ്റെ സുഹൃത്താണ്, സംസാരിച്ച് പുള്ളി ചെയ്യാൻ റെഡിയായി. ഇന്നെത്താൻ പറ്റില്ല, ഒരു വിഷമമുണ്ട്, പുള്ളിയോടെ ഷൂട്ടിലാണ്. അപ്പോൾ അങ്ങനെ മോളെ ഒന്ന് സെറ്റായി എടുക്കാൻ വേണ്ടി അച്ഛൻ ഇറങ്ങി തിരിച്ചു. പക്ഷേ മോള് രസമായിട്ട് ചെയ്തു, അതൊന്നും പറയാനില്ല. അതെ, കോ ആക്ടേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അഖിലിനെ കുറിച്ച് പ്രത്യേകം പറയണം. ഡയലോഗൊക്കെ നമുക്ക് കൺവേ ചെയ്യുമ്പം കുറേ തെറ്റുകൾ വരുമ്പോഴും അത് ഈസി ആക്കിയൊക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അഖിൽ. താങ്ക് യു സോ മച്ച്. ഇല്ല, ഞങ്ങളുടെ കൂടെ ചെയ്യുന്നുണ്ട്. ഉടനെ ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ 25ാമത്തെ ഷോർട്ട് ഫിലിമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാവരും പറയുന്നുണ്ട് സിനിമ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. സെറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, സിനിമയാണ്, നടക്കുമ്പോൾ നടക്കും. ഇനി ഇല്ലെങ്കിലും ഷോർട്ട് ഫിലിം ചെയ്യും. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ ആഴ്ചകളും ഓരോ വർക്ക് വെച്ച് യൂട്യൂബ് ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് സിനിമ ചെയ്യണം, ഒപ്പത്തിൽ നടക്കും. ഓക്കെ, എല്ലാവിധ ആശംസകളും. നമുക്കിനി ഷോർട്സ് എടുക്കാം.